ഞാനിപ്പോൾ ജന്തർ മന്ദറിന് സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ എന്തിന് ഒരു കല്ലുകൾ നിറച്ച ട്രക്ക് വരണം എന്ന ചോദ്യമാണ് CJP ചോദിച്ചത്. ചളമായെന്ന് തോന്നുന്നു. ഈ വേഷമൊക്കെ വലിച്ചു വരി കേട്ടുമ്പോൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ആരും കല്ലുകൾ കൊണ്ടുവരാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പോലീസിന്റെ അകമ്പടിയിൽ ഒരു വാഹനം ഇവിടെ എത്തുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയും ചെയ്തു. ഇപ്പോൾ ന്യൂഡൽഹി DCPയുടെ ഒരു ട്വീറ്റ് ആണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. പരിപാടിയുടെ പോയി നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടഞ്ഞ. ഇപ്പോൾ ഈ ഭാഗത്ത് ജന്തർ മന്ദറിന്റെ ഈ പരിസരത്ത് വന്നിരുന്ന ട്രക്ക് അത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ട്രക്കാണ് എന്ന് DCP പറയുകയാണ്. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അത് അതിൽ ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ ട്രക്ക് പിടിച്ചെടുത്തത്. അതിനുള്ളിൽ കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നു. ഇതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് ആ കല്ല് കൊണ്ട് കളയാൻ വേണ്ടി ഒരിടത്ത് നിക്ഷേപിക്കാൻ വേണ്ടി തുടർ നടപടികൾക്കായാണ് ട്രക്ക് പുറത്തേക്ക് ഇറക്കിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? ണെങ്കിൽ തന്നെ എന്തിന് ഈ പ്രശ്നബാധിത മേഖലയായ ജന്തർ മന്ദറിന് സമീപത്തു കൂടി വരണം എന്ന ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത്? ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം അത് സ്ഥിരീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നേരത്തെ ആദ്യമൊക്കെ ഈ ട്രക്കുമായി ഒരു ബന്ധവുമില്ല, അത് മറ്റാരുടെയോ ട്രക്കാണ് എന്ന് പറഞ്ഞ ഞാനില്ലേ, അത് ഞാനല്ല. ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ട്രക്ക് തന്നെയാണ്. അതിലുണ്ടായിരുന്ന കല്ല് ഒരിടത്ത് കൊണ്ട് കളയാൻ വേണ്ടി പുറത്തിറക്കിയതാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? സത്യം അവള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? എന്നെ കുളിപ്പിച്ച് വരുത്താനുള്ള എല്ലാ അടവും എന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന വായിച്ച് രസിക്ക്. നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി.